ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ഒരു റമദാൻ വ്ളോഗ് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്ലാറ്റിലാണ്, ഒരു ക്വാർട്ടേഴ്സിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് റൂമും ഒരു ഹോളൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീട് പണിയാണ്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാനിന്ന് നോമ്പറക്കാൻ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി മുട്ട പുഴുങ്ങാൻ വെക്കാം കേട്ടോ കുക്കറിൽ. അങ്ങനെ അപ്പം ഞാൻ മുട്ടക്കഥ പുഴുങ്ങാൻ വെച്ച് പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കലക്കാൻ പോവുകയാണ്. ഇതാ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനും നമ്മൾ സാധനം കയറ്റി നമ്മളെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളെ വീട് പണി നടക്കണ ആ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ കുറച്ച് ദൂരം ആയതുകൊണ്ട് നിസ്കരിക്കാൻ പോകാനും വരാനും അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പിന്നെ മഗ്‌രിബിൻ്റെ നേരം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ല തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നായിട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ വെള്ളമൊക്കെ കലക്കി എല്ലാം ബോട്ടിലൊക്കെ ആക്കി അങ്ങനെ ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ്, തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ വിശേഷം? ഞാനിങ്ങനെ വീഡിയോ ആയിട്ടൊന്നും അങ്ങനെ ഇടയിലില്ല. കുറേ മുന്നേ 10-11 മാസം മുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഇട്ടീനി. ഇപ്പം ഇന്നാൾ അത് ആരും കണ്ടിട്ടും ഇല്ല. സത്യം പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ഇടണോളുടെ അല്ലേ കാണുള്ളൂ, അങ്ങനെ ഇടില്ല. അങ്ങനെ കുക്കറിൽ ഞാൻ വെച്ച് അതൊക്കെ ആയി വരുമ്പോഴത്തേന് ഞാൻ അതിനുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അത് നമ്മളെ ചോപ്പറിലിട്ട് കണ്ട് പെട്ടെന്ന് അരിഞ്ഞാൽ മതിയല്ലോ. പിന്നെ വേസ്റ്റൊക്കെ വരുന്നത് അപ്പക്കപ്പം അങ്ങോട്ട് എടുത്ത് മാറ്റണം, സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ അപ്പോൾ അതാ ഞാനിതൊക്കെ ഉള്ളിയൊക്കെ ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്. ചെറിയ കഷ്ണമൊക്കെ ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും, എന്നിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇപ്പം എന്തൊക്കെ പിന്നെ വേറെ വർത്താനം. ഷോർട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുമല്ലോ. ഇതിലിപ്പോൾ ഒരു 5 മിനിറ്റ് ഉള്ളതിനോട് കുറച്ചങ്ങനെ പറയാനുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വീട് പണി നടക്കണ അവിടെയും അതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരേണ്ടത്. അപ്പോൾ നമ്മളെ മുട്ടൊക്കെ വെന്ത് വന്നിക്കണേ. ഞാൻ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ഉള്ള സമയമായി തുടങ്ങുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം അങ്ങനെ പോവും, നല്ല ലേറ്റായി പോവും. അങ്ങനെ വീഡിയോ അതിൻ്റേതായതിൽ മോളാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്കുള്ള റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം, ഉപ്പിട്ട് കുഴച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിക്കണം. ഇവിടുന്ന് ഒന്ന് വഴണ്ട് വരണമല്ലോ, അതിന് വേണ്ടി മൂടിയൊക്കെ വെച്ച് പിന്നെ അതിലേക്ക് മുളകും തക്കാളി ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തേക്കണ്, കുറച്ച് മല്ലിച്ചപ്പും പൊതിനും അതും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം കുഴച്ചട വെക്കുക. വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, വെളുത്തുള്ളി ചെറിയ പീസാക്കിയത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് വഴണ്ട് നല്ലോണം ഒന്ന് എന്താ പറയുക, അതിനൊന്ന് കുഴഞ്ഞ് വരണമല്ലോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ മല്ലിച്ചപ്പും അതിന് ലാസ്റ്റ് ഇട്ടൊട്ട് കറിവേപ്പിന് അങ്ങനെ അതൊക്കെ ആയി. ഇനി എന്താ അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജ്യൂസ് അടിക്കാണ്ട്. ഷമാം ജ്യൂസ് ആയതുകൊണ്ട് ഇപ്പോൾ ഷമാം ജ്യൂസ് പെട്ടെന്ന് അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതവിടെ നിർത്തി വെച്ച് പത്തിരിക്കല്ലിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിക്കണ്. പത്തിരി പരത്തി വെച്ചിട്ടുണ്ട്, തലേ ദിവസം പരത്തി വെച്ചതുണ്ട്. ഇനി മൊയിലിയ ഉസ്താദ്മാരെ ചിലവുണ്ടായപ്പോൾ കുറച്ച് ഉസ്താദ്മാരെ ചിലവല്ല അല്ലാതെ തന്നെ ഞാൻ കുറച്ച് പരത്തി വെച്ചിനി. അപ്പോൾ അതൊക്കെ എടുത്ത് ചുടട്ടെ. അങ്ങനെ പത്തിരിയൊക്കെ അതാ ചുട്ടെടുക്കുകയാണ്. അപ്പം പത്തിരിയൊക്കെ നല്ല പൊള്ളി വരുന്നൊക്കെ ഉണ്ട്. തലേന്ന് പരത്തി വെച്ചതാണെങ്കിൽ പൊള്ളി വന്നിക്കണേ. ഇനി നമുക്ക് ഈ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓരോ ബ്രെഡ് വെച്ചിട്ട് മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് അത് 4 ഭാഗം തേച്ച് കൊടുത്തിട്ട് ആ റോസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും തമ്മിൽ ഒട്ടിച്ചെടുക്കുക. ഇതാണ് കേട്ടോ നമ്മളത്തെ ഇന്നത്തെ റെസിപ്പി, ഇതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഉണ്ട്, ഇത് ശരിക്കും ഇതിൽ വെച്ച് കണ്ട് ഉണ്ടാക്കുക. പറഞ്ഞിട്ട് എന്താണ്, അതിലുണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ നല്ല ഗ്യാസ് ചിലവാകും. മറ്റേ ചിലക്കാകുമ്പോൾ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ, പത്തിരിക്കല്ല് വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ തന്നെ പിന്നെ സേബൻ്റെ ഇപ്പോൾ ഒന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ടോ ഷമാം ജ്യൂസ് അടിക്കാൻ നമ്മൾ വാങ്ങി കൊടുക്കാനായിക്കണ്. അപ്പോൾ ഞാനിതാ ബ്രെഡൊക്കെ ഒരു മുട്ട കുടച്ച് വെച്ച് അതിന് മുകളിൽ തേച്ചെടുത്ത് ഓയിലൊക്കെ ഒന്ന് തേച്ചെടുത്ത് കണ്ട് കല്ലുമ്മ തേച്ചെടുത്ത് ഇതേമാതിരിയൊക്കെ വെച്ച് മറിച്ചിട്ടെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടി വരണം കേട്ടോ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പത്തിരിയൊക്കെ അത് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോകുമ്പോഴത്തേന് ഇതൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ ഞാൻ പാത്രത്തിലിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് റോസ്റ്റും വെച്ച് ജ്യൂസൊക്കെ അതൊക്കെ ഇടാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചതാണ്. ഉമ്മ ഉണ്ടാക്കി കൊള്ളാം. ഇതിനുള്ളിൽ കണ്ടോ ഗൈസ്, മുട്ട നല്ല അടിപൊളി സാധനമാണ്. ഇതിൻ്റെ പേരെന്താ?
ബ്രെഡ് റോസ്റ്റ്. ഇതാണ് ഗ്യാസ് ബ്രെഡ് റോസ്റ്റ്. അടിപൊളിയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ നോമ്പറ കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന തിരക്കായതുകൊണ്ട് വീടൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.